بسم الله الرحمن الرحيم. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മദീന സുന്ദരമായൊരു നഗരമായിരുന്നു. നഗരത്തിലെങ്ങും നിരവധി തോട്ടങ്ങൾ. തോട്ടങ്ങളിലോ ധാരാളം മരങ്ങളും. സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ ഈ മരങ്ങൾ ഭൂമിയിൽ തണുത്ത തണല് പൊഴിച്ചു നിൽക്കും. പൊള്ളുന്ന പകലുകളിൽ തണുപ്പേൽകാനായി പ്രവാചകന്റെ ശിഷ്യന്മാർ ഈ തണൽ മരങ്ങളുടെ ചുവട്ടിൽ പോയിരിക്കുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രവാചകൻ ശിഷ്യന്മാരിൽ ആരെയോ കാണാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. മദീനയുടെ നിരത്തിലൂടെ നടന്ന് നടന്ന് അദ്ദേഹം ഒരു തോട്ടത്തിനടുത്തെത്തി. തിരുമേനി ആ തോട്ടത്തിൽ കടന്നു. അവിടെ ഒരു മനുഷ്യൻ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. തോട്ടത്തിൽ അവിടെ ഇവിടെയായി പ്രവാചകന്റെ ചില ശിഷ്യന്മാരും ഇരിക്കുന്നുണ്ട്. തോട്ടത്തിന്റെ ഒരു മൂലയിൽ കുറ്റിയിൽ കെട്ടിയിട്ട ഒരൊട്ടകത്തെ പ്രവാചകൻ കണ്ടു. ആ ഒട്ടകത്തിൽ നിന്ന് ദയനീയമായ ശബ്ദം ഇടയ്ക്കിടെ ഉയരുന്നുണ്ടായിരുന്നു. പ്രവാചകൻ മെല്ലെ ഒട്ടകത്തെ കെട്ടിയിട്ട ഭാഗത്തേക്ക് നീങ്ങി. അടുത്തു ചെന്നപ്പോൾ തിരുമേനിക്ക് മനസ്സിലായി ആ പാവം കരയുകയാണ്. വലിയ കണ്ണീർ കണങ്ങൾ അതിന്റെ കവിളിലൂടെ ഉരുണ്ടിറങ്ങുന്നു. കണ്ണീര് വീണ് കവിളത്തെ രോമമെല്ലാം നനഞ്ഞിട്ടുണ്ട്. പ്രവാചകന് ആ സാധുജീവിയോട് വല്ലാത്ത അലിവ് തോന്നി. തിരുമേനി സാവധാനം അതിന്റെ കവിളത്ത് തലോടുകയും കണ്ണീര് തുടച്ചു കളയുകയും ചെയ്തു. ആ ഒട്ടകം വല്ലാതെ മെലിഞ്ഞിരിക്കുന്നതും പ്രവാചകൻ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ നബിയുടെ സ്വാന്തനം ഫലിച്ചിട്ടെന്ന പോലെ ഒട്ടകം കരച്ചിൽ നിർത്തി. ക്രമേണ സന്തോഷമുണ്ടാകുമ്പോൾ ഒട്ടകങ്ങൾ ചെയ്യാറുള്ളത് പോലെ അതൊരു തരം ശബ്ദം പുറപ്പെടുവിക്കാനും തുടങ്ങി. നബി തോട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും ഒന്ന് വീക്ഷിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? അപ്പോൾ മരത്തിന്റെ ചുവട്ടിലിരുന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് പ്രവാചകരെ. അപ്പോൾ നബി അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒട്ടകത്തോട് വല്ലാതെ ക്രൂരത കാണിച്ചുവല്ലോ. ഒട്ടകം കരയുന്നതും ദയനീയ ശബ്ദം പുറപ്പെടുവിക്കുന്നതും ഉടമസ്ഥൻ അതിനെക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യിച്ചിട്ടാണ്. മതിയായ ഭക്ഷണം കൊടുക്കുന്നുമില്ല. ഈ ഒട്ടകം ഇങ്ങനെ അവശനായിരിക്കുന്നത് അതിന്റെ ഉടമസ്ഥന്റെ ദുഷ്ടത കൊണ്ടാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവും. ഒട്ടകത്തിന്റെ ഉടമസ്ഥന് ഇതൊക്കെ കേട്ടിട്ട് കുറേശ്ശെ ലജ്ജ തോന്നാൻ തുടങ്ങി. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ദൈവം ഒട്ടകത്തെ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ അതിനെ നന്നായി സംരക്ഷിക്കാനും പകരം അതവന് വേണ്ടി ഭാരം ചുമക്കാനും പാൽ ചുരത്താനുമാണല്ലോ. പ്രവാചകന്റെ ഈ വിസ്താരം ആ മനുഷ്യനിൽ വല്ലാത്ത കുറ്റബോധമുണ്ടാക്കി. അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തതു തെറ്റായിപ്പോയി. ദൈവത്തിന്റെ ഈ സൃഷ്ടിയോട് ഞാൻ ഇങ്ങനെ ക്രൂരത കാണിക്കരുതായിരുന്നു. എനിക്കതിൽ തീർച്ചയായും ഖേദമുണ്ട്. അയാൾ ഏറ്റുപറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എല്ലാ ജീവജാലങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കണം. പ്രവാചകൻ ശിഷ്യന്മാരെ എപ്പോഴും പഠിപ്പിക്കാറുണ്ടായിരുന്നു. അവയ്ക്ക് നന്മ ചെയ്താൽ ദൈവം സന്തോഷിക്കും. അവയോട് ക്രൂരത കാട്ടിയാലോ ദൈവം കോപിക്കുകയും ചെയ്യും.